കഴിഞ്ഞ ഞായറാഴ്ച ഞങ്ങൾ പള്ളിയിലൊക്കെ പോയി കഴിഞ്ഞ് വന്നപ്പോൾ ഞങ്ങൾക്ക് പെട്ടെന്നൊരു ഐഡിയ, ഒന്ന് വോളങ്കോങ് വരെ പോയാലോ എന്ന്. വോളങ്കോങ് എന്ന് പറയുന്നത് ക്യാൻബ്രയിൽ നിന്നും ഒരു 2.5 hours ഡ്രൈവ് ഉണ്ട്. അവിടെ ഞങ്ങൾ പോയിട്ട് ഒരുപാട് നാളായി. അവിടെ നല്ല ബീച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ വേറെ ഒന്നും നോക്കിയില്ല, അപ്പോൾ തന്നെ വണ്ടി എടുത്ത് ഇറങ്ങി. പോകുന്ന വഴിക്ക് ഒരു 6 ഡോണറ്റിൻ്റെ പാക്കും പിന്നെ ഒരു ഡ്രിങ്കും ഒക്കെ വാങ്ങി. ക്യാൻബ്രയിൽ അത്യാവശ്യം നല്ല മഴ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന ടൈമായിരുന്നു കേട്ടോ. അതുകൊണ്ട് നല്ല അടിപൊളി ഡ്രൈവ് ആയിരിക്കും എന്ന് ഞങ്ങൾക്ക് തോന്നി. അപ്പോൾ 2.5 hours നിങ്ങൾ എൻ്റെ പല വീഡിയോയിലും മുന്നേ കണ്ടിട്ടുള്ളതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും കാണാനില്ല, അതുകൊണ്ട് ഞാൻ വീഡിയോയും എടുത്തില്ല. എന്തായാലും ഞങ്ങൾ വോളങ്കോങ് എത്തിയിരിക്കുകയാണ്. ഒരു 2:30 സമയമൊക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങൾ വോളങ്കോങ്ങിലെത്തി. അവിടുത്തെ മെയിൻ ഷോപ്പിംഗ് സെൻറ്ററിൽ പോയി കാറൊക്കെ പാർക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ടൊരു മിനി ഷോപ്പിംഗ് ചെയ്യാം എന്ന് വിചാരിച്ചു. കാരണം ഞങ്ങൾ നെക്സ്റ്റ് വീക്ക് 26th അല്ലെങ്കിൽ 27th, അത് ഞങ്ങൾ കറക്റ്റ് എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പ്ലാൻ ചെയ്തിട്ടില്ല, തുടങ്ങി ഒരു 4th വരെ ഒരു 1 week ഫുള്ള് ഞങ്ങൾ ട്രാവലിംഗ് ആയിരിക്കും. കുറച്ച് മെൽബൺ, സിഡ്നി ഒക്കെ ട്രാവലിങ്ങിനുള്ള പ്ലാനുണ്ട്. അപ്പോൾ ഇതാണ് വോളങ്കോങ്ങിലുള്ള മെയിൻ ഷോപ്പിംഗ് സെൻറ്റർ എന്ന് പറയുന്നത്. ഇത് വോളങ്കോങ് സെൻട്രൽ എന്നാണ് ഇവരിതിന് പറയുന്നത്. അപ്പോൾ നല്ല ഒരു വെതറായിരുന്നു ഇന്ന്. കുറച്ച് എന്താ പറയുക, ഓസ്ട്രേലിയയിൽ ഇപ്പോൾ സമ്മറാണ് ആക്ച്വലി, പക്ഷേ അതിൻ്റേതായ ചൂടോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇപ്രാവശ്യം കുറച്ച് എന്താ പറയുക, ചൂട് കുറവുള്ള സമ്മറാണെന്ന് തോന്നുന്നു. കുറച്ച് മഴയും കുറച്ച് തണുപ്പും കാറ്റും ഒക്കെ ആയിട്ടുള്ള ഒരു സമ്മറായിരുന്നു. അപ്പം ഞങ്ങൾ ഞങ്ങളുടെ ബേസിക് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു കേട്ടോ. ഷോമിയ ഷോപ്പിംഗ് I actually miss a Christmas tree. Really? Enga? Oh no. That's your Christmas tree. Ivlo denser irukla adu. Amma. Super ah irundhathu. Guys, Sherwood adha. 500. No. This was our Christmas tree 2 years back. അത് ഞങ്ങൾ Until somebody stole it. യെസ്, ഞങ്ങൾ ക്രിസ്മസ് എല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ ഗറാജിൻ്റെ അവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ കൊണ്ടുപോയി ഞങ്ങൾ സ്റ്റോർ ചെയ്ത് വെച്ചു. കുറേ ഇത് നമ്മൾ അത്യാവശ്യം ഒരു $500 കൊടുത്ത് വാങ്ങിയ ക്രിസ്മസ് ട്രീ ആണ്. അതിൻ്റെ കൂടെ ഒരു $500 ഡെക്കറേഷൻസ് വാങ്ങിയത്. അപ്പോൾ മൊത്തം ഒരു $1000 സാധനമാണ്. ആരാണെങ്കിലും അടിച്ചുകൊണ്ട് പോയി ഗൈസ്. ആൾ നന്നായിട്ട് ക്രിസ്മസ് ആഘോഷിക്കട്ടെ അല്ലേ, അങ്ങനെ പറയാനുള്ളതുകൊണ്ട്. അതിൻ്റെ ട്രോമ കാരണം ഞാൻ ഇനി ക്രിസ്മസ് ട്രീ എനിക്കൊരു ആഗ്രഹമുണ്ട്. അത് നടക്കുമ്പോൾ മാത്രമേ ഞാൻ ക്രിസ്മസ് ട്രീ വാങ്ങുള്ളൂ എന്ന് ഞാൻ ഇങ്ങനെ ശപഥം ചെയ്തിരിക്കുക. അപ്പോൾ മാത്രമേ വാങ്ങുള്ളൂ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഇറങ്ങി. ഇനി നമ്മൾ നേരെ പോകുന്നത് ഇവിടുത്തെ ലൈറ്റ് ഹൗസ് ആൻഡ് ബീച്ചിലോട്ടാണ് കേട്ടോ. ഇത് ഞങ്ങൾ വോളങ്കോങ് വരുമ്പം എപ്പോഴും വന്ന് ഇവിടെ കുറച്ച് ടൈമൊക്കെ സ്പെൻഡ് ചെയ്തിട്ട് പോകുന്ന ഒരു സ്ഥലമാണ്. നേരെ കാണുന്നതാണ് ബീച്ച്. അവിടെ ഒത്തിരി ആൾക്കാർ എന്താ പറയുക, സർഫിങ്ങും അതും ഇതുമൊക്കെ ചെയ്യുന്നവരുണ്ട്. ചുമ്മാ വെള്ളത്തിൽ കളിക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ, ഒത്തിരി പേര്. ഭയങ്കര രസം, ഇവിടെ ഭയങ്കര രസമുള്ളൊരു വെതറും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലവുമാണ്. Hey, what are you having? Having some donuts. Oh, what a bite, bro. ഫൈനലി ഞങ്ങൾ ക്യാൻബറയിൽ നിന്നും വാങ്ങിയ ഡോണറ്റ്സ് ഒക്കെ കഴിച്ച് കുറച്ച് ടൈമൊക്കെ സ്പെൻഡ് ചെയ്ത് നന്നായിട്ട് വർത്താനമൊക്കെ പറഞ്ഞ് അവിടെ കുറച്ച് നേരം അവിടെ ഇരുന്നു. ഒരു 6:30 ആയിട്ടുണ്ട് ഇപ്പോൾ സമയം. എന്തായാലും നല്ല ഒരു എന്താ പറയുക, സഡൻ പ്ലാൻ ആയിരുന്നെങ്കിലും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്ലാൻ ആയിരുന്നു. കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ഞാൻ പറഞ്ഞല്ലോ മുന്നേ, അതൊക്കെ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ഷോപ്പിംഗ് ചെയ്തു കേട്ടോ. ഇതാണ് ഇവിടുത്തെ ലൈറ്റ് ഹൗസ്. അപ്പോൾ ഞാനും ഹൊസാനയും ഞങ്ങൾ ഡേറ്റ് ചെയ്തുകൊണ്ടിരുന്ന ടൈമിൽ ഫസ്റ്റ് ഞങ്ങൾ ട്രാവൽ ചെയ്യുന്നത് ആക്ച്വലി വോളങ്കോങ് ആണ്. അപ്പോൾ ഞങ്ങളിവിടെ വന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെയൊക്കെ ഞങ്ങൾ പോയപ്പം നല്ല മെമ്മറീസാണ്. ഇവിടെ വരുമ്പോൾ എപ്പോഴും ഭയങ്കര ബ്യൂട്ടിഫുൾ മെമ്മറീസാണ് കേട്ടോ. ഇതൊന്നും പോരാഞ്ഞിട്ട് കുറേ ആൾക്കാരിവിടെ ഫിഷിങ് ചെയ്യുന്നവരും ഉണ്ട് കേട്ടോ. നല്ല രസമാണ് ഈ സ്ഥലത്ത് ഫിഷിങ് ചെയ്യാൻ. ഞങ്ങൾക്ക് ആക്ച്വലി ഇങ്ങനെ ഒരിടത്ത് ഫിഷിങ് ചെയ്യാമെന്നുള്ളത് നമുക്ക് അറിയത്തില്ലായിരുന്നു. അപ്പോൾ ഇവർ ഇത് ചെയ്യുന്നത് കാണുമ്പോഴാണ് ഓക്കെ, നെക്സ്റ്റ് ടൈം മേ ബി നമ്മൾ യൂഷ്വലി പോകുന്ന സ്ഥലത്ത് നിന്ന് മാറി ഇവിടേക്ക് വേണമെങ്കിൽ വന്ന് നമുക്കിവിടെ കുറച്ച് ഫിഷിംഗ് ഒക്കെ ചെയ്യാം എന്ന് തോന്നി. നിങ്ങൾക്ക് അറിയുമോയെന്നറിയത്തില്ല, ഓസ്ട്രേലിയയിൽ
ഒരു 10 to 11,000 ബീച്ചസ് ഉണ്ട് ഓൾ ഓവർ ഓസ്ട്രേലിയ കേട്ടോ. അപ്പോൾ ഓരോ ദിവസവും നിങ്ങൾ ഒരു ബീച്ച് കാണാൻ പോവുകയാണെങ്കിൽ ഇറ്റ് ലിറ്ററലി ടേക്ക് യു 27 years എല്ലാ ബീച്ചും കണ്ടു തീർക്കാനായിട്ട്. കക്ക, നോട്ട് ദ തമിഴ് കക്ക ബട്ട് മലയാളത്തിൽ കക്ക. ഏയ് സുമാരടാ. അയ്യോ, ഒത്തിരി താമസിക്കാതെ തന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. കാരണം നെക്സ്റ്റ് ഡേ നമുക്ക് 2 പേർക്കും വർക്ക് ഉണ്ടായിരുന്നു. ഞങ്ങൾ ഇടയ്ക്ക് ഒന്ന് വണ്ടി നിർത്തി പെട്രോളൊക്കെ അടിച്ചു, ഫുഡ് വാങ്ങി, അതെല്ലാം കഴിച്ചു. അതിനുശേഷം വീണ്ടും യാത്ര തുടങ്ങി ടു കാൻബ്ര. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, അന്ന് രാവിലെ തുടങ്ങിയൊരു മഴ ദിവസമായിരുന്നു. ഇങ്ങനെ മഴ വന്നും പോയി ഇരിക്കുന്ന ഒരു ദിവസമായിരുന്നു. എന്തായാലും നല്ല അടിപൊളി യാത്രയായിരുന്നു കേട്ടോ അന്ന്. അയ്യോ, എന്തോ മാതിരി മഴയാണെന്ന് നോക്കിക്കേ. ഇതെങ്ങനെയാണോ അവനെ കണ്ണ് കാണുന്നത്? എനിക്കാണെങ്കിൽ ഒന്നും ക്ലിയർ ആവണില്ല. അപ്പോൾ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇനിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, വണക്കം.